നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. UAE-യിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. പുതിയ സാലിക് നിയമം പ്രാബല്യത്തിൽ വരികയാണ്. ഇതനുസരിച്ച് നിങ്ങൾക്ക് സാലിക് പിഴ ലഭിക്കുകയും അത് അടയ്ക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ 10,000 ദിർഹം വരെ പിഴ ലഭിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഓരോ വാഹനത്തിലും ചുമത്തിയേക്കാവുന്ന പരമാവധി പിഴ ഓരോ കലണ്ടർ വർഷത്തിലും 10,000 ദിർഹത്തിൽ കവിയാൻ പാടില്ലെന്നാണ് പുതിയ നിയമം. ഇതുകൂടാതെ സാലിക് നിയമങ്ങളിൽ വന്ന പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാം. സാലിക് നിയമലംഘനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ അത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ഫയൽ ചെയ്യണമെന്നാണ് നിയമം. അതായത് പിഴ ലഭിച്ച തീയതി മുതൽ 13 മാസത്തിനുള്ളിൽ ട്രാഫിക് ഫയലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടോൾ ലംഘനത്തെക്കുറിച്ച് പരാതി നൽകാനാവുകയുള്ളൂ എന്ന് ഓർമ്മിക്കുക. ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് സാലിക് അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലെങ്കിൽ ടോൾ ഗേറ്റ് ഉപയോഗിക്കുന്നതിന് 50 ദിർഹമോ അതിൽ കൂടുതലോ പിഴ ഈടാക്കും. ബാലൻസ് ഇല്ലെങ്കിലും ടോൾ ഗേറ്റ് കടക്കാൻ കഴിയുമെങ്കിലും ഗേറ്റ് കടന്ന് 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ സാലിക് അക്കൗണ്ട് ടോപ്പ് അപ്പ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ടോൾ ഗേറ്റിലൂടെ നിങ്ങളുടെ വാഹനം കടന്നു പോകുന്ന എല്ലാ ദിവസവും 50 ദിർഹം വീതം പിഴ ഈടാക്കും. അതായത് സാലിക് അക്കൗണ്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുടിശ്ശികയുള്ള ടോളും പേയ്മെൻറ്റും സ്വയമേവ കുറയ്ക്കപ്പെടും. ഈ ഗ്രേസ് പീരീഡ് പൊതു അവധി ദിനങ്ങളും വാരാന്ത്യങ്ങളും അതായത് ശനി ഞായർ ദിവസങ്ങളും ഒഴിവാക്കിയുള്ളതാണ്. സാലിക്ക് രജിസ്റ്റർ ചെയ്യാത്ത നമ്പർ പ്ലേറ്റാണ് വാഹനത്തിൽ ഉള്ളതെങ്കിൽ 100 ദിർഹം മുതൽ 400 ദിർഹം വരെ പിഴ ലഭിക്കും. നിങ്ങളുടെ വാഹനത്തിന് രജിസ്റ്റർ ചെയ്ത സാലിക് ഇല്ലെങ്കിൽ വാഹനം ഒരു ടോൾ ഗേറ്റിലൂടെ മാത്രമാണ് കടന്നു പോകുന്നതെങ്കിൽ സാലിക് ടാഗിനായി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യ യാത്രയുടെ തീയതി മുതൽ 10 പ്രവൃത്തി ദിവസങ്ങൾ ലഭിക്കും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇനി പറയുന്ന പിഴയായിരിക്കും ലഭിക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായി ടോൾ ഗേറ്റ് ഉപയോഗിക്കുന്നതിന് 100 ദിർഹം ആണ് പിഴ. രണ്ടാം യാത്രയിൽ അത് 200 ദിർഹമായി കൂടും. പിന്നെയും നിങ്ങളുടെ വാഹനം ടോൾ ഗേറ്റ് കടക്കുകയാണെങ്കിൽ ഓരോ തവണയും 400 ദിർഹം വീതമാണ് പിഴ ലഭിക്കുന്നത്. ഒരു കാര്യമുള്ളത്, ഒരു വാഹനത്തിൽ പ്രതിദിനം പരമാവധി ഒരു ലംഘനം മാത്രമേ രജിസ്റ്റർ ചെയ്യൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു ദിവസം ഒന്നിൽ അധികം തവണ ടോൾ ഗേറ്റ് ഉപയോഗിച്ചാലും ഒരു പിഴ മാത്രമാണ് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കാനുള്ളത്, ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ സാലിക് അക്കൗണ്ട് എപ്പോഴും സജീവമായി നിലനിർത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ സ്ഥിരമായി സാലിക് ടോൾ ഗേറ്റുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലോ നിങ്ങളുടെ സാലിക് അക്കൗണ്ട് നിർജ്ജീവമാക്കാതെ രാജ്യം വിടുകയോ ചെയ്താൽ പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ നിർജ്ജീവമാകുമെന്ന് മാത്രമല്ല സാലിക് അക്കൗണ്ടിലെ ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് 5 വർഷത്തേക്ക് സാലിക് അക്കൗണ്ടിലേക്ക് ടോളുകളോ പേയ്മെൻറ്റുകളോ ബാലൻസ് റീചാർജോ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സാലിക് അക്കൗണ്ട് നിഷ്ക്രിയ സാലിക് അക്കൗണ്ടായി മാറും എന്നർത്ഥം. ഇതൊക്കെയാണ് പുതിയ നിയമം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഓർമ്മിക്കുക, അല്ലെങ്കിൽ പോക്കറ്റ് കാലിയാകും ഉറപ്പ്.